أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم وسماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ മതം 1096 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ അവസാനത്തെ 77-78 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഉ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും വഫഅലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. صدق الله العلي العظيم. സൂറത്തുൽ ഹജ്ജിന്റെ അവസാനത്തെ രണ്ടായത്തുകൾ 77-78 ഈ രണ്ടായത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വളരെ പ്രൗഢഗംഭീരമായ വിധത്തിൽ സൂറത്തുൽ ഹജ്ജ് ഈ രണ്ടായത്തുകളോടെ പര്യവസാനിക്കുകയാണ്. വളരെ സാരസമ്പുഷ്ടമായ അർത്ഥഗാംഭീര്യമുള്ള ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള രണ്ടായത്തുകളാണ്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത് ഈ ആളുകള് അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. മാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധത്തിൽ, അള്ളാഹുവിനെ അസസ് ചെയ്യേണ്ട വിധത്തിൽ, എസ്റ്റിമേറ്റ് ചെയ്യേണ്ട വിധത്തിൽ അവര് അള്ളാഹുവിനെ കണക്കാക്കിയിട്ടില്ല, അവരെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹു ഏറ്റവും കരുത്തുള്ളവനും ഏറ്റവും അജയ്യനുമാണ് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അള്ളാഹു മലക്കുകളിൽ നിന്നും
അതുപോലെ മനുഷ്യരിൽ നിന്നുമായിട്ട് തന്റെ ദൗത്യം നിർവഹിക്കുന്നതിനായിട്ട് ദൂതന്മാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. അവരുടെ പിന്നിട്ട നാളുകളിലെ കാര്യങ്ങളും അവരുടെ മുന്നിൽ വരാനിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ അറിയുന്നവനാണ് അള്ളാഹു. കാര്യങ്ങളുടെയൊക്കെയും മടക്കവും നിയന്ത്രണവും ഒക്കെ അവന്റെ കയ്യിലാണ്, അവന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളുള്ളത് എന്ന കാര്യമാണ് ഇന്നലെ പറഞ്ഞു വെക്കുകയുണ്ടായത്. അതുകൊണ്ട് ആരും മനുഷ്യരിൽപ്പെട്ട ആരെയും അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരായി കാണേണ്ടതില്ല. മാലാഖുമാരിൽപ്പെട്ട ഒരാളെയും തന്നെയും ആരാധ്യന്മാരായി കാണേണ്ടതില്ല. അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന് സേവനം ചെയ്യുന്നവരാണ് മലക്കുകളായാലും മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള ദൂതന്മാരായി പ്രവർത്തിക്കുകയുണ്ടായ ആളുകൾ. അതുകൊണ്ട് മാലാഖമാരുടെ പേരിൽ നിങ്ങൾ വിഗ്രഹങ്ങളും ബിംബങ്ങളും ഒക്കെ ഉണ്ടാക്കി ആരാധിക്കുക എന്ന പരിപാടിയും മനുഷ്യരുടെ കൂട്ടത്തിലെ മഹത്തുക്കളുടെ പേരിൽ അങ്ങനെ അവരെ ആരാധിക്കുന്ന, അവരുടെ വിഗ്രഹങ്ങളും രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ആരാധിക്കുന്ന പരിപാടിയൊക്കെ വളരെ മൂഢമായ കാര്യങ്ങളാണ്. അനർഹമായ ആ ശക്തികൾക്കോ ആളുകൾക്കോ ഒക്കെയാണ് നിങ്ങൾ വിധേയത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ ആരാധനകൾ അർപ്പിക്കുന്നതും വിധേയത്വം നൽകുന്നതും ഒക്കെ ഈ ആശ്രിതരായ മലക്കുകളെയും മനുഷ്യരെയുമാണോ എന്നതാണ് പരോക്ഷമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം എന്ന് കാണാൻ കഴിയും. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകൾ വരുന്നത്. ഇതില് ഒന്നാമത്തെ ആയത്ത് 77-ാമത്തെ ആയത്ത് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ ആദ്യത്തേത് സുജൂദ് ആവശ്യമുള്ള ആയത്താണ് എന്ന വിധത്തിൽ വിശുദ്ധ ഖുർആനിലും മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കാണാൻ കഴിയും. അള്ളാഹു നിർദ്ദേശിക്കുന്നുണ്ട് ഇവിടെ ആ വിധത്തിൽ. നമുക്കതിന്റെ സാരമൊന്ന് വായിച്ച് മനസ്സിലാക്കാം. യാ അയ്യുഹല്ലദീന ആമനു, ഇത് ഈ വാക്കുകള് തൊട്ടും മുകളില് നമ്മൾ യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു ആയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെയല്ല, ഇവിടെ സത്യവിശ്വാസികളെ, അള്ളാഹുവിന് സമർപ്പിച്ച ആളുകളെ പ്രത്യേകം വിളിച്ചുകൊണ്ടാണ് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത്. മുകളിൽ നമ്മൾ വായിച്ച ആയത്തില് യാ അയ്യുഹന്നാസു ളുരിബ മസലും ഫസ്തമിഉ ലഹു, ജനങ്ങളെ നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരു ഉദാഹരണം നൽകപ്പെട്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കൂ എന്ന് പറയുന്ന വിധത്തിലാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇവിടെ ആ ആശയങ്ങളും അവിടെ മുന്നോട്ട് വെച്ച പ്രൗഢമായ വാദങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവന് സമർപ്പിക്കാൻ സന്നദ്ധരായ ആളുകളെയാണ് ഈ ആയത്തില് അഭിസംബോധന ചെയ്യപ്പെടുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ, റുക്കഉ, നിങ്ങൾ നമിക്കുക, നിങ്ങൾ റുക്കൂ ചെയ്യുക, തുനിയുക, വസ്ജുദു, നിങ്ങൾ സുജൂദ് അർപ്പിക്കുകയും ചെയ്യുക, പ്രണമിക്കുക, അള്ളാഹുവിന് റുക്കൂവും സുജൂദും നിർവഹിക്കുക. വഅബ്ദൂ റബ്ബക്കും, നിങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അല്ലദീന വഅബ്ദൂ റബ്ബക്കും വഫഅലുൽ ഖൈറ, അതുപോലെ നിങ്ങൾ നന്മ പ്രവർത്തിക്കുക, പുണ്യകരമായ കാര്യങ്ങൾ ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരും. വിജയത്തിന്റെ മാർഗം ഇതാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, നിങ്ങളുടെ നാഥനായിട്ട് ഇബാദത്തുകൾ അർപ്പിക്കുക, നന്മ ചെയ്യുക, പുണ്യം ചെയ്യുക. അതുവഴി ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം കൈവരിച്ചേക്കും. അപ്പൊ ജീവിത വിജയം, അത് ഈ ഭൗതിക ലോകത്തായാലും മരണാനന്തരം പാരത്രിക ലോകത്തായാലും
ജീവിത വിജയം കൈവരിക്കുന്നതിനുള്ള വഴി ഇതാണ് എന്ന് അള്ളാഹു പ്രത്യേകമായിട്ട് വ്യക്തമാക്കുകയാണ്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, അതുപോലെ അള്ളാഹുവിന്, നിങ്ങളുടെ നാഥന്, വേറെ ആർക്കുമല്ല, അവന് അടിമപ്പെടുന്ന വിധത്തിലുള്ള ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വഫഅലുൽ ഖൈറ, പുണ്യകരമായ കാര്യങ്ങൾ ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കും. ഈ വിജയത്തിന്റെ വഴിയാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. അള്ളാഹുവിനുള്ള നമ്മളുടെ കീഴ്പ്പെടൽ, വിധേയപ്പെടൽ ഏറ്റവുമേറെ ശ്രദ്ധേയമായ വിധത്തിൽ പ്രകടിപ്പിക്കുന്ന രീതികളാണ് റുകൂഉം സുജൂദും. റുകൂഉം സുജൂദും ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു ആംഗിളില് അത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി തന്നെയുള്ള നിർദ്ദേശമായിട്ട് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനില് നമസ്കാരത്തെ ഉദ്ദേശിച്ചുകൊണ്ട് റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, അതുപോലെ അവന് പ്രകീർത്തനങ്ങൾ അർപ്പിക്കുക എന്നൊക്കെ പലയിടത്തും പ്രയോഗിച്ച് കാണാൻ കഴിയും. ഇതൊക്കെ നമസ്കാരത്തിന്റെ ഭാഗങ്ങളാണ്, നമസ്കാരത്തിന്റെ റുക്നുകളാണ്. നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട, നമസ്കാരത്തെ നമസ്കാരമാക്കി തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളാണ് റുക്കൂഉം സുജൂദും ഒക്കെ. അതേപോലെ തന്നെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നതും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതും ഒക്കെ തന്നെ നമസ്കാരത്തിനെ നമസ്കാരമാക്കി മാറ്റുന്ന, അള്ളാഹുവിനുള്ള ഇബാദത്താക്കി മാറ്റുന്ന സുപ്രധാനമായ റുക്നുകളിൽ പെട്ടതാണ്. അപ്പൊ ഇവിടെ അള്ളാഹു വെവ്വേറെ പറയുന്ന കാര്യം, നിങ്ങൾ റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക. അതുപോലെ വഅബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യുക. ഇതിനൊക്കെ വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. റുക്കൂ ചെയ്യാൻ പറയുന്നത് അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്വിതരായിക്കൊണ്ട് ശിരസ് നമിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ശരീരഭാഷയിൽ പ്രകടമാവുന്ന വിധേയത്വമാണ്. സുജൂദും അതിന്റെ ഏറ്റവും എളിമയും ഏറ്റവും താഴ്മയും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു കർമ്മമാണ്. സ്വതന്ത്രമായി റുക്കൂ ചെയ്യുന്നതും സുജൂദ് ചെയ്യുന്നതും ഒക്കെ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന അർത്ഥത്തിൽ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യാൻ നിർദ്ദേശമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ സൂറത്തിൽ നമ്മൾ നേരത്തെ ഒരു സുജൂദ് കടന്നു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സുജൂദ് രണ്ടാമത്തെ സുജൂദാണ് ഈ സൂറത്തിലേത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ സൂറത്തില് 2 സുജൂദുകളുണ്ട്. അപ്പോ ഇത് സുജൂദ് ചെയ്യാനുള്ള നിർദ്ദേശമല്ല, നമസ്കരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് എന്ന വിധത്തിൽ അതിനെ കാണുന്നവരുമുണ്ട്. ഒരു ഹദീസ് വ്യക്തമാക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ വ്യക്തമാക്കുന്ന കാര്യം, ഈ സൂറത്തിൽ 2 സുജൂദുകളുണ്ട്. ആ സുജൂദ് നിർവഹിക്കാൻ ഒരുക്കമല്ലാത്തവർ ഈ സൂറത്ത് പാരായണം ചെയ്യാതിരിക്കട്ടെ എന്ന വിധത്തിൽ പറയുന്നത് കാണാം. എന്തായാലും അള്ളാഹുവിനുള്ള സുജൂദാണ്, സുജൂദ് നിർവഹിക്കാനുള്ള നിർദ്ദേശം ഇതിലുണ്ട്. അതുകൊണ്ട് ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ സുജൂദ് നിർവഹിക്കുക എന്നത് തന്നെയാണ് അതിന്റെ മര്യാദ. അപ്പോ അതുപോലെ അത് ഈ സെഷൻ കഴിഞ്ഞിട്ട്, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി ഈ സെഷൻ കഴിഞ്ഞിട്ട് നിർവഹിച്ചാലും മതി എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു ഉർക്കഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫഅലുൽ ഖൈറ, നിങ്ങൾ നന്മ ചെയ്യുക എന്ന്. ഏത് കർമ്മത്തിന്റെയും അത് നന്മയായി മാറുന്ന, പുണ്യമായി മാറുന്നതിന് ഒരു അടിത്തറ വേണം. ഏത് കർമ്മവും പുണ്യകരമായ കർമ്മമായി മാറാം. പക്ഷെ അതിന്റെ പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നുള്ളത്. നിയ്യത്താണ് അതിന്റെ പുറകിലുള്ള ഉദ്ദേശമാണ് ഒരു കർമ്മത്തെ ബിർറാക്കി മാറ്റുന്നതും വേറെ നിലക്ക് പറഞ്ഞാൽ ഒരു ഷെറാക്കി മാറ്റുന്നതും ഒക്കെ. അപ്പോ കർമ്മങ്ങളുടെ ഒരു അടിത്തറ എന്നത് വിശ്വാസവും അതിലൂടെ ഈ കർമ്മം നിർവഹിക്കുന്നതിലൂടെ നാം ലക്ഷ്യമിടുന്ന കാര്യങ്ങളും ഒക്കെയാണ് എന്നത് വ്യക്തമാണ്.
നന്മ ചെയ്യുക, പുണ്യം ചെയ്യുക എന്നതാണ് അള്ളാഹുവിടെ പറയുന്നത്. ഈ പുണ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോ അവന്റെ ദൂതനോ ചെയ്യുന്ന പുണ്യം എന്നുള്ള അർത്ഥത്തിലല്ല, വിശാലമായ മനുഷ്യ സമൂഹത്തിന് ഉപകരിക്കുന്ന, ജീവജാലങ്ങൾക്ക് ഉപകരിക്കുന്ന ഒക്കെ പല കാര്യങ്ങളും മനുഷ്യന് നിർവഹിക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ ആശ്രയിച്ചുകൊണ്ടുള്ളവനല്ല. അതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുക്കാം എന്നതല്ല ഇത് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വതന്ത്രമായി അള്ളാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമായെല്ലാം ഒരുക്കി കൊടുക്കുക എന്നത് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതും ഒക്കെ തന്നെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഈ ലക്ഷ്യം, അതിന്റെ അടിത്തറ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ റുക്കൂയിലും സുജൂദിലും അള്ളാഹുവിനായിട്ടുള്ള ഇബാദത്തിന്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചതിന് വന്നിട്ടുള്ളത്. അപ്പോ വഫഅലുൽ ഖൈറ, പുണ്യം ചെയ്യുക, നന്മ ചെയ്യുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങളുടെ വിജയമാർഗം അതാണ്, അത് നിങ്ങളെ വിജയികളാക്കിയേക്കും, ഇതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പോ ഇതെങ്ങനെയാണ് നമ്മളെ വിജയികളാക്കുക എന്നതൊക്കെ പലരും ആലോചിക്കുന്നുണ്ടാവും. അതിന് ആ ആലോചനയ്ക്കൊരു സ്പേസ് ഇതിലുണ്ട് താനും. അപ്പോ റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, പുണ്യം ചെയ്യുക, ഇതിലൂടെയൊക്കെ ഇപ്പോ നമ്മുടെ കച്ചവടം അല്ലെങ്കിൽ നമ്മളുടെ ജോലി, നമ്മുടെ ജീവിതായോധനം ഒക്കെ എങ്ങനെയാണ് വിജയമാവുക എന്ന് ഓരോരുത്തരും ആലോചിക്കുന്നുണ്ടാവും, ആലോചിക്കേണ്ടതുമുണ്ട്. എങ്ങനെയാണ് ഇപ്പോ ഇത് നമ്മളെ വിജയികളാക്കുക? പാരത്രിക ലോകത്ത് വിജയം തരും എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് നിങ്ങളെ വിജയികളാക്കിയേക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പോ ഈ ഐഹിക ലോകത്തിന്റെ കാര്യം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തിരിച്ചറിയുന്ന ഒരാളാണ്, ജീവിതം എന്താണ് എന്നത് വ്യക്തതയോടുകൂടി ഉൾക്കൊള്ളുന്ന ഒരാളാണ്, അതിനുവേണ്ടി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വിജയിയായി മാറുന്നത്. അതിൽ സംശയമൊന്നുമില്ല. ഇല്ലെങ്കിൽ അയാള് കേവലമായ ചില ഭൗതിക നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുണ്ടാവുള്ളൂ, സമ്പത്തൊക്കെ വാരിക്കൂട്ടുന്നുണ്ടാവും, പക്ഷെ ആർക്ക് എന്തിന് എന്ന വിധത്തിൽ യാതൊരു ബോധം ഉണ്ടാവില്ല. അയാൾക്ക് ആവശ്യമുള്ള അത്രയൊന്നും ആയിരിക്കുകയില്ല അയാൾ വാരിക്കൂട്ടുന്നുണ്ടാവുക. അയാൾക്കും പ്രയോജനപ്പെടുന്നുണ്ടാവില്ല, അയാൾക്ക് വേണ്ടപ്പെട്ടവർക്കും പ്രയോജനപ്പെടുന്നുണ്ടാവില്ല. അപ്പോ നമ്മുടെ പ്രയത്നങ്ങളൊക്കെ തന്നെ, നമ്മുടെ കർമ്മങ്ങളൊക്കെ തന്നെ ഫലപ്രദമാക്കുന്നതും അതിനെ പ്രതിഫലാർഹമായ പുണ്യങ്ങളാക്കി മാറ്റുന്നതും ഒക്കെ നമ്മളുടെ വിശ്വാസവും തിരിച്ചറിവും ദിശാബോധവും ഒക്കെയാണ്. ആ വിധത്തില് വിശ്വാസവും തിരിച്ചറിവും ദിശാബോധവും ഒക്കെ നമ്മൾ കൈവരിക്കുമ്പോഴാണ് നമ്മളുടെ ഏത് നിസ്സാര പ്രവർത്തനവും ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ട് മാറുന്നതും അത് ഫലപ്രദമായി, ഫലദായകമായി, വിജയം നൽകുന്ന വിധത്തിലുള്ളതായി മാറുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെ തുടർന്ന് അള്ളാഹു സത്യവിശ്വാസികളോടായിട്ട് നൽകുന്ന ചില നിർദ്ദേശങ്ങൾ, വജാഹിദൂ ഫില്ലാഹ്, നേരത്തെ പറഞ്ഞ അള്ളാഹുവിനായുള്ള സമർപ്പണം, റുക്കൂഅ്, സുജൂദ്, ഇബാദത്ത്, അതുപോലെ ഖൈർ ചെയ്യല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത് വജാഹിദൂ ഫില്ലാഹ് ഹഖ്ഖ ജിഹാദിഹി, നിങ്ങൾ അള്ളാഹുവിന്റെ ശരണിയിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരിയായ വിധത്തിലുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുക, സത്യാധിഷ്ഠിതമായ പ്രയത്നങ്ങളിൽ ഏർപ്പെടുക. വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏത് വിധത്തിലാണോ ജിഹാദ് ചെയ്യേണ്ടത് ആ വിധത്തില് നിങ്ങൾ ഏറ്റവും ഉചിതമായ വിധത്തില് ജിഹാദ് ചെയ്യുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന പദങ്ങളൊന്നും ഇവിടെ ഇല്ല. ഖുർആനിൽ വേറെ പലയിടത്തും അങ്ങനെ ഉണ്ട് താനും. അപ്പോ ഫീ സബീലില്ല എന്ന് പറയുന്നതിന് പകരം ഫില്ല എന്ന് ചുരുക്കിയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ശൈലികളിൽ ഒരേ കാര്യം പറയുന്ന ഒരു സ്വഭാവം, ഒരു രീതി വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോ വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി, ഇവിടെ ജിഹാദ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സകല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളത് തന്നെയാണ്.
ജുഹുദ് എന്ന പദം പ്രയത്നമാണ് സൂചിപ്പിക്കുന്നത്. ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്ന സംഗതിക്കാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്നതിനല്ല. നമുക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്. അത് ഭൗതിക ലോകത്ത് കൈവരിക്കേണ്ടതുണ്ട്, പാരത്രിക ലോകത്ത് കൈവരിക്കേണ്ടതുണ്ട്. ഈ സംഗതികൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരന്തരമായ കഠിന പ്രയത്നങ്ങളിൽ ഏർപ്പെടുക. അത് കേവലം പോരാട്ടം മാത്രമല്ല, മനസ്സുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങള്, ശാരീരികമായ കായികമായ അധ്വാനം, അതിനുവേണ്ടിയുള്ള ആസൂത്രണം, പ്രയത്നങ്ങള്, ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുന്നേറ്റം, ഇതിന്റെ ഭാഗമായിട്ട് ചിലപ്പോ തിന്മയെയും അക്രമത്തെയും ചെറുക്കുന്ന വിധത്തിലുള്ള പോരാട്ടങ്ങളൊക്കെ വരും. അത് മനുഷ്യ ജീവിതത്തിന്റെയും മനുഷ്യ പ്രകൃതത്തിന്റെയും ഒക്കെ ഒരു അനിവാര്യമായ ഒരു കാര്യമാണ് എന്നത് നമുക്ക് കാണാൻ പ്രയാസമൊന്നുമില്ല. അപ്പോ പ്രയത്നങ്ങളിൽ ഏർപ്പെടുക, കഠിനമായ പ്രയത്നങ്ങൾ, വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് പിന്നെ അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ കിടന്നുറങ്ങുന്നതിനല്ല ഈ ജിഹാദ് എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം, ആ സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രയത്നത്തിൽ ഏർപ്പെടുമ്പോഴാണ് അത് ഫലവത്താവുക. അത് ഭൂമുഖത്ത് ആ സത്യം പുലരാനുള്ള പ്രയത്നങ്ങൾ ആവശ്യമുണ്ട്. ആളുകൾക്ക് അത് തിരിച്ചറിയാനുള്ള പരിശ്രമങ്ങൾ ആവശ്യമുണ്ട്. അതിന്റെ പ്രയാണം വിജയമാക്കി മാറ്റാൻ വേണ്ടി വരുന്ന ചില പോരാട്ടങ്ങളും നേർക്കുനേരെയുള്ള സംഘടനകളും ഒക്കെ ആവശ്യമുണ്ടാവും. ഇതൊക്കെ അടങ്ങിയതാണ് ജിഹാദ് എന്നത് കാണാൻ കഴിയും. വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ശരിയായ വിധത്തിൽ ജിഹാദ് ചെയ്യുക, പ്രയത്നങ്ങളിൽ ഏർപ്പെടുക. ഉവജിതബാക്കും. ഇതിൽ ഞാൻ ഒന്നിനെയും വിട്ടുകളയുന്നില്ല. നേരത്തെ പറഞ്ഞ ജിഹാദിന്റെ വിഷയത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൽ ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഓരോ സംഘത്തിനും സാധിക്കുന്ന ജിഹാദിന്റെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പലരും പല മേഖലയിലും ആയിരിക്കും കൂടുതൽ പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നത് ഫലവത്താകുക. അപ്പൊ ഒരു കോഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. ചില ഘട്ടങ്ങളിൽ എല്ലാവരും തന്നെ ഒരേ കാര്യം ചെയ്യുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടി വരും. വേറെ ചില ഘട്ടങ്ങളിൽ ഓരോരുത്തരും അവർക്ക് പ്രാഗൽഭ്യമുള്ള പല മേഖലകളിലുമായിരിക്കും പ്രയത്നിക്കേണ്ടി വരിക. അതൊക്കെ ഒരു കോഴ്സിന് വേണ്ടി പ്രയത്നം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ സന്ദർഭത്തിന്റെ അനിവാര്യത എന്താണ് എന്നത്. അപ്പൊ അള്ളാഹുവിന്റെ നിർദ്ദേശം ഇവിടെ പൊതുവായതാണ്. വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടുക, നിങ്ങൾ പ്രയത്നങ്ങളിൽ ഏർപ്പെടുക, ജിഹാദ് ചെയ്യുക. ഏത് വിധത്തിലാണോ ജിഹാദ് ചെയ്യേണ്ടത് ആ വിധത്തിൽ നിങ്ങൾ ആ പ്രയത്നത്തിൽ ഏർപ്പെടുക. ജിതബാഖും. എന്നിട്ട് അള്ളാഹു പറയുന്ന അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമാണ്. അത് വളരെ ശ്രദ്ധേയമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടത്തിന്റെ പ്രാതിനിധ്യമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യ നാഗരികതയുടെ വളർച്ച അതിന്റെ ഏറ്റവും ഉച്ചിയിലെത്തിയ ഒരു ഘട്ടത്തിൽ മനുഷ്യന് ഭൂമുഖത്തിനി അങ്ങോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായ അനിവാര്യമായ വളർച്ച എത്തിയിരിക്കുന്നു എന്ന ഒരു സാഹചര്യം എത്തിയ ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിക്കുകയുണ്ടായത്. ആ സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിച്ച ആ സമൂഹം ചരിത്രത്തിലെ പിന്നിട്ട കാലഘട്ടങ്ങളിലെ സമൂഹങ്ങളെക്കാളൊക്കെ പ്രാധാന്യപൂർവമുള്ള ഒരു ദൗത്യമാണ് നിർവഹിക്കേണ്ടി വന്നിട്ടുള്ളത്. കാരണം ഇനിയൊരു ദൈവിക ദൂതൻ ഭൂമുഖത്തേക്ക് വരാനില്ല. മനുഷ്യന്റെ മാർഗദർശനത്തിനായി മറ്റൊരു പ്രവാചകൻ ഒരു വിശാലത്തുമായിട്ട് കടന്നു വരാനില്ല. അപ്പൊ ഈ ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ ട്രെയിൻ ചെയ്തെടുക്കുന്നത്, പരിശീലിപ്പിച്ചെടുക്കുന്നത് അന്ത്യനാൾ വരെയുള്ള മനുഷ്യ സമൂഹത്തിന് മാർഗദർശികളാകേണ്ട വിധത്തിലാണ്. അതുകൊണ്ടാണ് അവരുടെ ദൗത്യം വളരെ പ്രാധാന്യമുള്ളതായി മാറുന്നതും അതിന് ഏറ്റവും ഉതകുന്ന വിധത്തില്
പറ്റിയ ഒരു സമൂഹത്തെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുകൂടി ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഹുവ ജിതബാക്കും, അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ചെറിയൊരു കാര്യമൊന്നുമല്ല. പിന്നിട്ട കാലഘട്ടങ്ങളിൽ പല സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവര് ദൗത്യം നിർവഹിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ പ്രവാചകന്മാരും ആ സമൂഹങ്ങളും നിർവഹിച്ച ദൗത്യത്തിനേക്കാൾ വലിയ പ്രാധാന്യമുള്ള ദൗത്യമാണ് ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹത്തെ വെച്ചുകൊണ്ട് നിർവഹിക്കുന്നത്. ആ പ്രവാചകന്റെ കാലശേഷം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ആ ദൗത്യം അന്ത്യനാൾ വരെ തുടരേണ്ടതുണ്ട്. അതിന് യോഗ്യരായ, ആ വിധത്തിൽ അത് തുടർന്നു വരുന്ന തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന വിധത്തില് ആ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമൂഹത്തെയാണ്, ഒരു തലമുറയെയാണ് അള്ളാഹുവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാകാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹു പറയുന്നത്, പ്രയാസമുള്ള യാതൊരു കാര്യവും അള്ളാഹു തന്റെ ദീനിൽ വെച്ചിട്ടില്ല. നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്തൊരു ഭാരം നിങ്ങളുടെ മുതുകില് അള്ളാഹു കെട്ടിവെക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഇത് വളരെ സ്വാഭാവികമായി തന്നെ നിങ്ങൾക്ക് നിർവഹിക്കാവുന്നതായ ഒരു കാര്യമാണ്. നിങ്ങളുടെ സമർപ്പണമാണ് അതിന് ആവശ്യമായിട്ടുള്ളത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, നിങ്ങളെ തെരഞ്ഞെടുത്തുവല്ലോ അള്ളാഹു. നിങ്ങൾ ആ ദൗത്യം നിർവഹിക്കുക എന്നത് നിങ്ങൾക്ക് സാധ്യമല്ലാത്ത ഒരു ഭാരമാണ് എന്ന് ധരിക്കേണ്ട. കാരണം അള്ളാഹു ഒരു ഹെറജും ഒരു ക്ലിഷ്ടതയും അതില് വെച്ചിട്ടില്ല. പ്രയാസകരമായ ഒരു കാര്യവും അതിൽ അള്ളാഹു വെച്ചിട്ടില്ല. നിങ്ങളുടെ സന്നദ്ധത ഉണ്ടെങ്കിൽ ഏത് കാര്യവും നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കും. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഈ ദീനില് അങ്ങനെ ക്ലിഷ്ടത ഉണ്ടാക്കുന്ന, പ്രയാസം സൃഷ്ടിക്കുന്ന യാതൊന്നും അവൻ നിങ്ങൾക്കായിട്ട് വെച്ചിട്ടില്ല. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങൾ പിൻപറ്റേണ്ടത് നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിന്റെ ദീനിനെയാണ്, ഇബ്രാഹിമിന്റെ മില്ലത്തിനെയാണ്, ഇബ്രാഹിമിന്റെ ജീവിത സരണിയെയാണ്. ഒരു ചരിത്രപരമായ ഒരു പൂർത്തീകരണവും ഒരു ദിശ നിർണയിക്കലും ഒരു വ്യക്തത ഉണ്ടാക്കലും ഒക്കെയാണ് അള്ളാഹു ഇവിടെ നടത്തുന്നത്. ധാരാളം പ്രവാചകന്മാര് പിന്നിട്ട കാലങ്ങളിൽ വന്നുപോയിട്ടുണ്ട്. അവരെ പലപ്പോഴും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുമുണ്ട്. പക്ഷെ അള്ളാഹു അവരുടെ മില്ലത്ത് പിൻപറ്റാനല്ല പറയുന്നത്. കാരണം അതിലേറ്റവും പല കാരണങ്ങളുണ്ട്. ഒരു കാരണം, ഇത് ഈ വിശുദ്ധ ഖുർആൻ ഒന്നാമതായി അഭിസംബോധന ചെയ്യുന്നത് അറബ് സമൂഹത്തെയാണ്. അവരുടെ പ്രപിതാവായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം എന്നതിനാൽ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമുമായി അവർ ബോണ്ടഡ് ആണ്. അവരുടെ ആ രക്തബന്ധവും അടുപ്പവും ഒക്കെ തന്നെ അവർക്ക് സുദൃഢമായിട്ട് ബോധ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് പ്രസക്തമാണ്. അതുകൂടാതെ വേറെ ചില നിലക്കും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരാൻ ആവശ്യപ്പെടുന്നതിൽ പ്രാധാന്യമുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഈസ അലൈഹിസ്സലാമിന്റെയും അതിനിടക്കൊക്കെയുള്ള പ്രവാചകന്മാരുടെയും ഒക്കെ മില്ലത്ത് ഇത് തന്നെയാണ്. പക്ഷെ ആ മില്ലത്ത് ഒന്നും തന്നെ, ആ ദീന് ഒന്നും തന്നെ അതിന്റെ എളിമയിൽ, അതിന്റെ പ്രിസ്റ്റീൻനെസ്സിൽ നിലനിൽക്കുകയല്ല ചെയ്യുന്നത്. അവക്ക് വേറെ ചില പേരുകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിനെ പിൻപറ്റുന്നവരെ ആ കാലഘട്ടത്തില് യഹൂദര് എന്ന പേരിൽ അറിയപ്പെടുകയാണ്. ഈസ അലൈഹി ഇസ്ലാമിനെ പിൻപറ്റുന്നവര് ഈസബികളെന്നോ അല്ലെങ്കിൽ ക്രൈസ്തവരെന്നോ നസറാക്കൾ എന്നൊക്കെയാണ് ആ ഘട്ടത്തിൽ അറിയപ്പെടുകയുണ്ടായി. അവർക്ക് സകല കാലഘട്ടങ്ങളിലും വന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ച സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നവർ എന്ന നിലക്കുള്ള ഒരു ലേബലല്ല അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരു യഹൂദനായിരുന്നില്ല. യഹൂദ മതം ഉണ്ടാകുന്നത് പിൽക്കാലത്താണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരു ക്രൈസ്തവനായിരുന്നില്ല. ക്രൈസ്തവ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ന പേരിൽ ഒരു മതസമൂഹം രൂപപ്പെട്ടു വരുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലം പിന്നിട്ട് ഒരുപാട് കഴിഞ്ഞിട്ടാണ്.
ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്തിനു വേണ്ടി നിലകൊണ്ടു എന്നത് പരിശോധിച്ചാൽ എല്ലാവർക്കും ബോധ്യപ്പെടും. ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഉയർത്തിപ്പിടിക്കേണ്ടായിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരു അള്ളാഹുവിന് സമർപ്പിച്ച ഒരു മുസ്ലിം ആയിരുന്നു. അള്ളാഹുവിന് കീഴ്പ്പെടാൻ ഒരുങ്ങിയ ഒരു മുസ്ലിം ആയിരുന്നു എന്നതാണ് വസ്തുത. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മേല് വേറൊരു ലേബലും ഒട്ടിച്ചു വെക്കാൻ നമുക്ക് സാധ്യമല്ല. അദ്ദേഹം ക്രൈസ്തവനായിരുന്നോ, സാബി മതക്കാരനായിരുന്നോ, യഹൂദനായിരുന്നോ ഒന്നും ഒട്ടിച്ചു വെക്കാൻ കഴിയില്ല. അദ്ദേഹം ഹനീഫ മുസ്ലിം ആയെന്നാണ് ഖുർആൻ അദ്ദേഹത്തെ പരാമർശിക്കുന്നത്. ഋജുമാനസനായ മുസ്ലിം ആയിരുന്നു അദ്ദേഹം. വേറെ ഒരു വക്രതയില്ലാത്ത വിധത്തില് സ്ട്രേറ്റ് ഫോർവേഡ് ആയി നിലകൊണ്ടിരുന്ന, അള്ളാഹുവിനുള്ള സമർപ്പണത്തില് യാതൊരു കലർപ്പും ഉണ്ടാക്കാതിരുന്ന, വളരെ കൃത്യതയുള്ള തെളിമയുള്ള ഏകദൈവത്വത്തിന്റെ ആശയമാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്നത്. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. പക്ഷെ പ്രവാചകന്മാരുടെ പൈതൃകമായി ഉള്ള ശേഷിപ്പുകൾ പലപ്പോഴും ആ ലേബൽ ഉപേക്ഷിച്ച് അത് കളഞ്ഞു കുളിച്ച് വേറെ ചില മേൽവിലാസങ്ങളിൽ അറിയപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മില്ലത്ത് ഇബ്രാഹിമിന് വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല ചരിത്രപരമായ വളരെ സുപ്രധാനമായ ഒരു ദൗത്യമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം നിർവഹിക്കുന്നത്. ഖുർആനിലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം പരാമർശങ്ങൾ നമുക്കിത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂറത്തുൽ ബഖറയിൽ കണ്ടതാണ്. അള്ളാഹുവിന്റെ അത്യസാധാരണമായ ചില പരീക്ഷണങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം നേരിടുന്നു. അതിനെ തുടർന്ന് അതൊക്കെയും കൃത്യതയോടുകൂടി പാലിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ജനതതികളുടെ മാതൃകയും നായകനും ഒക്കെയായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്ന കാര്യം നമ്മൾ സൂറത്തുൽ ബഖറയിൽ കാണുകയുണ്ടായതാണ്. അപ്പോ ആ മില്ലത്താണ് ഇവിടെ പുനരവതരിപ്പിക്കപ്പെടുന്നതും പുനഃസ്ഥാപിക്കപ്പെടുന്നതും ഒക്കെ. അത് പിൻപറ്റാനാണ് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഒരു വക്രതയും ഒരു ക്ലിഷ്ടതയും ഒരു പ്രയാസവും ദീനിൽ അള്ളാഹു നിങ്ങൾക്ക് വെച്ചിട്ടില്ല. നിങ്ങൾ പിൻപറ്റേണ്ടത് അങ്ങനെ യാതൊരു വക്രതയും ഇല്ലാത്ത ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഹനീഫായ ദീനിനെയാണ്. മില്ലത്തെ ഇബ്രാഹിം, മില്ലത്തെ അബീക്കും ഇബ്രാഹിം. നിങ്ങളുടെ തന്നെ പിതാവ്, നിങ്ങളുടെ തന്നെ പ്രപിതാവായിരുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്താണ്. അതിൽ യാതൊരു വക്രതയും ഉണ്ടായിരുന്നില്ല, അതിൽ യാതൊരു വ്യതിചലനവും ഇല്ല, യാതൊരു ക്ലിഷ്ടതയും അതിൽ വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നില്ല. ആ മില്ലത്താണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയൊരു മില്ലത്ത് കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണ കാലം പിന്നിട്ടതിന് ശേഷം അവര് പഠിപ്പിച്ച പലതിനെയും ജനങ്ങൾ നാശാക്കിയിട്ടുണ്ട്. അതിന് വേറെ പല പേരുകളും ഒക്കെയായി മാറിയിട്ടുണ്ട്. അവര് പഠിപ്പിച്ച മില്ലത്തിന് ആളുകള് പല വിധത്തിലുള്ള വർണ്ണങ്ങളും നിറങ്ങളും ഒക്കെ നൽകി അതിന് ആ സരണിയിൽ വലിയ വൈകല്യങ്ങൾ ഉണ്ടാക്കി അവയെ നശിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. എന്നാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് ഇന്നും തെളിമയോടെ നിലകൊള്ളുന്നത് അതിന്റെ കറകളഞ്ഞ ഏകദൈവ വിശ്വാസ അടിത്തറയുടെ പേരിലാണ്. അതിന്റെ പേരിലാണ് അത് വേറിട്ട് നിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് മില്ലത്ത് അബീക്കും ഇബ്രാഹിം പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയത്നിക്കുവാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സമുദായമാണ് നിങ്ങൾ. സഹാബത്തിന്റെ തലമുറയെ കുറിച്ചാണല്ലോ ഇത് തുടക്കത്തിൽ തന്നെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ അധിക്ഷേപിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ അധിക്ഷേപിക്കുന്ന പ്രവണത ചില ഘട്ടങ്ങളിലൊക്കെ ചിലര് പ്രകടിപ്പിക്കുന്ന കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അത് യാതൊരു അടിത്തറയുമുള്ള ഒരു കാര്യമല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാനും പാടില്ല. അങ്ങനെയുള്ള അധിക്ഷേപങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. കാരണം അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു വിഭാഗമാണത്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു.
അള്ളാഹു അവരിൽ സംപ്രീതനാണ്, അവർ അള്ളാഹുവിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അതുപോലെ മുഹമ്മദുൻ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും എന്ന് തുടങ്ങിയ ഒരു ആയത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ആളുകളുടെ അള്ളാഹു തെരഞ്ഞെടുത്ത ആ സമൂഹത്തിന്റെ അത്യസാധാരണമായ നന്മകളെ വിളിച്ചോതിക്കൊണ്ട് അവരെ പ്രശംസിക്കുന്ന കാണാൻ കഴിയും. അള്ളാഹു പ്രശംസിച്ച ഒരു വിഭാഗം ആളുകളെ നമ്മൾ ഒരു കാരണവശാലും അധിക്ഷേപിച്ചുകൂടാ. അത് അതിക്രമപരമായ ഒരു കാര്യമാണ്. അള്ളാഹുവാണ് അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ ആ ചൊവ്വായ പാത, നിങ്ങളുടെ പിതാവ് തന്നെയായ ഇബ്രാഹിമിന്റെ പാത, ജീവിത സരണി, ആ മതം, അതാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബൽ, അവൻ നേരത്തെ തന്നെ നിങ്ങളെ വിളിച്ചിട്ടുള്ളത് മുസ്ലിമീങ്ങൾ എന്നാണ്. ഇത് പുതിയൊരു പേരൊന്നുമല്ല. നേരത്തെ തന്നെ ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ പാത പിന്തുടരുന്നവരെ അള്ളാഹു വിളിച്ചിട്ടുള്ള പേര് മുസ്ലിമൂൻ എന്നതാണ്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ മിൻ ഖബൽ, പണ്ട് തന്നെ സത്യമാർഗം പിന്തുടരുന്ന പ്രവാചകന്മാരുടെ അനുയായികൾക്കുണ്ടായിരുന്ന പേര് അൽ മുസ്ലിമൂൻ എന്നതാണ്. എല്ലാ പ്രവാചകന്മാരുടെയും ശരിയായ മാർഗം പിൻപറ്റിയ അനുയായികളുടെ പേര് മുസ്ലിമൂൻ എന്നാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അവര് വേറെന്തെങ്കിലും പേരിൽ അറിയപ്പെടുന്നവരായി മാറിയിട്ടുണ്ടെങ്കിൽ അത് അവര് തെരഞ്ഞെടുത്ത ജീവിത സരണിയിലുണ്ടായ വ്യതിചലനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ അനുയായികളുടെ പേര് മുസ്ലിമൂൻ എന്നാണ്. ലൂത്ത് അലൈഹിസ്ലാമിന്റെയും നൂഹ് അലൈഹിസ്ലാമിന്റെയും ഇദ്രീസ് അലൈഹിസ്ലാമിന്റെയും ഒക്കെ അനുയായികളുടെ പേര് മുസ്ലിമൂൻ എന്നാണ്. കാരണം അള്ളാഹു അവരെ വിളിച്ചിട്ടുള്ള പേര് മുസ്ലിമൂൻ എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്ലാമിനെ കുറിച്ച് ഖുർആനിൽ പരാമർശിക്കുന്നതും ഹനീഫം മുസ്ലിമ എന്നതാണ്. അതുകൊണ്ട് ഏറ്റവും ചൊവ്വായ പാത പിൻപറ്റിയ, അള്ളാഹുവിന് വഴിപ്പെട്ട, അള്ളാഹുവിന് കീഴ്പ്പെടാൻ സന്നദ്ധനായ ഒരു ദാസൻ എന്ന അർത്ഥത്തിലാണ്, എന്ന നിലക്കാണ് ഇബ്രാഹിം അലൈഹിസ്ലാം പരിചയപ്പെടുത്തപ്പെടുന്നത്. അവൻ ഹുവ സമ്മാഖുമുൽ മുസ്ലിമീന മിൻ ഖബൽ, പണ്ട് തന്നെ അവൻ നിങ്ങളെ വിളിച്ചിരുന്നത് മുസ്ലിമൂൻ എന്നാണ്. വഫീ ഹാദ, ഈ കിതാബിലും വിശുദ്ധ ഖുർആനിലും പ്രവാചകന്മാരെ പിൻപറ്റുന്ന ശരിയായ സത്യമാർഗം പിന്തുടരുന്ന ആളുകളെ വിളിച്ചിട്ടുള്ള പേര് മുസ്ലിമൂൻ എന്നാണ്. വേറെ പേരുകളൊന്നുമില്ല. ബാക്കി പേരുകളൊക്കെ പലരും പിന്നീട് പല വ്യതിചലനങ്ങളും ഉണ്ടാക്കിയ ഘട്ടത്തിലൊക്കെ വന്നു ചേർന്നിട്ടുള്ള പേരുകളാണ്. യൂറോപ്യര് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ മുഹമ്മദൻസ് എന്ന് വിളിക്കുന്നത് കാണാം. ആ പേര് അവര് സ്വയം കൽപ്പിച്ചുണ്ടാക്കി വിളിച്ച ഒരു സംഗതിയാണ്. അള്ളാഹു അംഗീകരിച്ച പേരല്ല, നമ്മൾ അത് ഏറ്റെടുത്തിട്ടുമില്ല. നമ്മളുടെ മേൽവിലാസം അൽ മുസ്ലിമൂൻ എന്നത് തന്നെയാണ്, മുഹമ്മദൻസ് എന്നല്ല. മുഹമ്മദൻ എന്ന് നമ്മളെ പറ്റി വിളിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ എല്ലാ പ്രവാചകനെയും ചേർത്ത് വിളിക്കാം. കാരണം അവരൊക്കെ നമുക്ക് ഏറ്റവും ഉത്തമമായ മാതൃക തന്നവരാണ്. അവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നു, പിന്തുടരുന്നു. ഈ പ്രവാചകന്മാർക്കിടയിൽ അവരെന്തെങ്കിലും വ്യത്യസ്തത ഉള്ള ദൗത്യമാണ് നിർവഹിച്ചത്, അല്ലെങ്കിൽ വ്യത്യസ്തമായ ആശയങ്ങളാണ് പഠിപ്പിച്ചത് എന്ന വിധത്തിൽ നമ്മൾ കാണുന്നുമില്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവരിൽ ഒരാൾക്കിടയിലും നമ്മൾ ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മുഹമ്മദൻസ് എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ വേറെ പല പേരുകളും വിളിക്കേണ്ടി വരും. കാരണം നമ്മൾ ആ പ്രവാചകന്മാരൊക്കെയും പിന്തുടരുന്നുണ്ട്. അതല്ല നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പേര്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ആരും ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടായി വന്ന സംഘടനകളുടെയോ ത്വരീഖത്തുകളുടെയോ അല്ലെങ്കിൽ വിഭാഗങ്ങളുടെയോ പേരിൽ അഭിമാനം കൊള്ളുന്നവരായി മാറേണ്ടതില്ല. ഷിയ എന്നോ സുന്നി എന്നോ സലഫി എന്നോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ടല്ലോ, സംഘടനാ പേരുകൾ അല്ലെങ്കിൽ സംഘബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പേരുകൾ. ഈ പേരുകളല്ല നമുക്ക് ചേർന്നത്. ശരിയായ പേര് മുസ്ലിമൂൻ എന്നാണ്. എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹുവിന്
വിധേയത്വം പ്രഖ്യാപിച്ചിട്ടുള്ള സകലർക്കുമായി അള്ളാഹു വിളിച്ച പേര് മുസ്ലിമോൻ എന്നാണ്. ബാക്കിയുള്ളതൊക്കെ താൽക്കാലികമായി തിരിച്ചറിയാൻ വേണ്ടിയൊക്കെ വന്നിട്ടുള്ളതായിരിക്കണം. അത് അതിന്റെ പേരിലല്ല നമ്മൾ സ്വയം അറിയപ്പെടാൻ ആഗ്രഹിക്കേണ്ടത്. നമുക്ക് ഉള്ള മേൽവിലാസം അൽ മുസ്ലിമൂൻ എന്നത് തന്നെയാണ്. അതിനകത്ത് പേരുകൾ വേറെ ഉണ്ടായാലും ഇല്ലെങ്കിലും അഭിമാനിക്കാവുന്ന ഒരു പേര് ഈ അള്ളാഹു വിളിച്ച പേരാണ് എന്നത് നമ്മൾ മറന്നുകൂടാ. സൗകര്യത്തിന് വേണ്ടി ചിലപ്പോ ചില സംഘാടന രീതികളിലേക്കും ചില തിരിച്ചറിയാനുള്ള അടയാളപ്പെടുത്തലുകളിലേക്കും ഒക്കെ ആളുകളും സമൂഹങ്ങളും ഒക്കെ പല ഘട്ടങ്ങളിലും പോകുന്നുണ്ടാകും. പക്ഷെ അതൊന്നുമല്ല സ്ഥായി ആയിട്ടുള്ള മേൽവിലാസം, സ്ഥായി ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഈ അൽ മുസ്ലിമൂൻ എന്ന വിളിപ്പേരിലാണ് അടങ്ങിയിട്ടുള്ളത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഈ വിധത്തിൽ നമ്മളെ പരാമർശിച്ചിട്ടുള്ളത്? അത് ലിയകൂന റസൂലു, ഇത് പൂർവിക വേദങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മുസ്ലിമൂൻ എന്നത് ഈ കിതാബിലും നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ പിന്തുടരുന്ന ജീവിത സരണിയിലുള്ള ആളുകളെ വിളിച്ചിട്ടുള്ള പേര് മുസ്ലിമൂൻ എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും, അള്ളാഹു ഈ വിധത്തിൽ കാര്യങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ദൂതൻ റസൂൽ സാക്ഷിയാകുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളുടെ കാര്യത്തിൽ സാക്ഷിയാവേണ്ടതുണ്ട്. അത് അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ് എന്നതാണ് കാര്യം. സാക്ഷിയാവുക എന്ന് പറയുന്നത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ ആവാം. അള്ളാഹുവിന്റെ സന്ദേശം ഭൂമുഖത്ത് അള്ളാഹുവിന്റെ ദൂതൻ എത്തിച്ചു. ഈ സമൂഹം എങ്ങനെ അതിനോട് പ്രതികരിച്ചു എന്നൊരു വിഷയമാണ് പിന്നീട് വരുന്നത്. അക്കാര്യത്തില് നമ്മൾ ഓരോരുത്തരുടെയും നിലപാടുകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും കാണിച്ച വിധേയത്വത്തിന്റെയും നമ്മൾ കാഴ്ചവെച്ച പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തില് നമ്മൾ ഏത് പക്ഷത്തായിരുന്നു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാര്യത്തിൽ സാക്ഷ്യം പറയേണ്ടി വരുന്ന ഒരു നാള് വരാനിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദൂതൻ നിങ്ങളുടെ കാര്യത്തില് സാക്ഷ്യം പറയേണ്ടി വരുന്നതിന് വേണ്ടിയാണത്. നിങ്ങളുടെ കാര്യത്തിലുള്ള സാക്ഷ്യം അള്ളാഹുവിന്റെ ദൂതനാണ് നൽകേണ്ടിയിരിക്കുന്നത്. ആ ദൂതൻ പറയുന്നത് അതിന്റെ പല ഘട്ടങ്ങളും ഉണ്ടാവും. അള്ളാഹുവിന്റെ ദൂതൻ ഈ സത്യ സന്ദേശം നമ്മൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു എന്നത് സാക്ഷ്യം വഹിക്കപ്പെടേണ്ട കാര്യമാണ്. എന്നിട്ട് അത് നിങ്ങൾ അറിയാനും കാണാനും മനസ്സിലാക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട് എന്നത് ബോധ്യപ്പെടുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിനോട് ഓരോരുത്തരും എങ്ങനെ പ്രതികരിച്ചു എന്ന വിഷയവും പ്രവാചകന്റെ സാക്ഷ്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങളുടെ കാര്യത്തിൽ നിങ്ങളും സാക്ഷിയാകുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ദൂതൻ സാക്ഷിയാവുന്നത് അദ്ദേഹത്തിന്റെ തലമുറയിൽപ്പെട്ട അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന ആ സമൂഹത്തിന്റെ കാര്യത്തിലാണ്. ഹുവ ജിതബാക്കും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ സമൂഹം എങ്ങനെ ഏതു വിധത്തിൽ കാര്യങ്ങളെ സമീപിച്ചു, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ ദൂതൻ സാക്ഷിയാവുന്നത്. എന്നാൽ ആ തലമുറയോ അവരുടെ പിന്മുറക്കാരോ പിന്നീടുള്ള തലമുറകളൊക്കെയുമോ അവരൊക്കെയും തന്നെ മുഴുവൻ മനുഷ്യരുടെ കാര്യത്തിലും സാക്ഷികളാവാനുള്ളവരാണ്. കാരണം പിന്നീട് അത് ഭൂമുഖത്തിന്റെ അഷ്ടദിക്കുകളിലുമുള്ളവർക്കായിട്ട് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് ആ തലമുറയിലെ ആളുകളെയാണ്. അള്ളാഹു തെരഞ്ഞെടുത്ത ആ തലമുറ ലോകത്തിന്റെ വിദൂര ഭാഗങ്ങളിലേക്ക് ഫത്ഹ് മക്കയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനൊക്കെ ശേഷം യാത്ര ചെയ്യുന്നതും വളരെ വിദൂരമായ പ്രദേശങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശം എത്തിച്ചു കൊടുത്തതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ കേരളക്കരയിലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പല പ്രദേശങ്ങളിലും കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയും തമിഴ്നാട്ടിലേക്കും അതുപോലെ ഗുജറാത്തിന്റെ പല പ്രദേശങ്ങളിലേക്കും ഒക്കെ ഈ പ്രവാചക അനുയായികളും അവരുടെ പിന്മുറക്കാരും
വൈകാതെ തന്നെ എത്തിയത് നമ്മൾ അറിയും. ആഫ്രിക്കയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. യൂറോപ്പിന്റെ ഒരറ്റം വരെ ആ കാലത്ത് തന്നെ അവർ എത്തിയത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇതെന്തിനാണ് അവർ എത്തിയിട്ടുള്ളത്? ഈ പ്രവാചക സന്ദേശം അല്ലെങ്കിൽ അള്ളാഹു കൊടുത്തയച്ച ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും അവരേത് വിധത്തിൽ അതിനോട് പ്രതികരിച്ചു എന്ന കാര്യത്തില് അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷ്യം പറയാനും യോഗ്യരാകുന്ന വിധത്തിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. അന്ത്യനാൾ വരെയുള്ള മനുഷ്യ സമൂഹത്തിന്റെ കാര്യത്തില് സാക്ഷികളാകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തലമുറയിലെ അനുയായികൾ, പിന്നീട് വന്ന അവരുടെ അനുയായികൾ, അവരെ തുടർന്ന് വന്ന അടുത്ത തലമുറയിലെ അനുയായികൾ, അങ്ങനെ അന്ത്യനാൾ വരെയുള്ള ഈ തുടർച്ച, ഈ നൈരന്തര്യം മുഴുവൻ മനുഷ്യരുടെ കാര്യത്തിലും സാക്ഷ്യം പറയാൻ ഉതകുന്ന വിധത്തില് ഭൂമുഖത്ത് അവര് ദൗത്യം നിർവഹിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. അപ്പോ വേറൊരിടത്ത് നമ്മൾ സൂറത്തുൽ ബഖറയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത ലിതകൂനു അലന്നാസ് ലിതകൂനു. ആയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ വിശദമായിട്ട് അത് പഠിച്ചതാണ്. ഈ വിധത്തിൽ നിങ്ങളെ നാം ഒരു മധ്യസ്ഥാനീയരായ സമൂഹമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിൽ പ്രവാചകൻ സാക്ഷിയാകുന്നതിന് വേണ്ടിയും അതുപോലെ ജനങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സാക്ഷിയാകുന്നതിന് വേണ്ടിയും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ഇവിടെ മറ്റു ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. വതകൂനു ശുഹദാ അലന്നാസ്. ശുഹദാ അലന്നാസ് എന്ന് പറയുന്ന ജനങ്ങൾക്കെതിരിൽ നിങ്ങൾ സാക്ഷിയാകുന്നതിന് വേണ്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ അർത്ഥകൽപ്പന. അത് പലപ്പോഴും സാക്ഷ്യം വേണ്ടി വരുന്നത് ആ ആരുടെ കാര്യത്തിലാണോ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് അവര് ആ ദൗത്യത്തിനോട് ആ സന്ദേശത്തിനോട് സൃഷ്ടിപരമായ വിധത്തില് പ്രതികരിക്കുകയോ ആ വിധത്തിൽ ഉയർന്നു വരികയോ ചെയ്യാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് നെഗറ്റീവായ ഒരു സാക്ഷ്യത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടി അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. എന്തായാലും ഈ കാര്യത്തില് അള്ളാഹുവിന്റെ ദൂതൻ നിങ്ങളുടെ കാര്യത്തിലും നിങ്ങൾ ജനങ്ങളുടെ കാര്യത്തിലും അന്ത്യനാൾ വരെയുള്ള മനുഷ്യ സമൂഹത്തിന്റെ കാര്യത്തിലും സാക്ഷികളാകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു കാര്യങ്ങൾ ഈ വിധത്തില് സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വലാത്ത, നിങ്ങൾ അള്ളാഹുവിനുള്ള നമസ്കാരം നിർവഹിക്കുന്നവരാവുക. വാതു സക്കാത്ത, നിങ്ങൾ നമസ്കാരം സക്കാത്ത് നിർവഹിക്കുക. നമസ്കാരം നിർവഹിക്കുക, സക്കാത്ത് നടപ്പിലാക്കുക, സക്കാത്ത് നൽകുക. വഅ്തസിമു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. അള്ളാഹുവിന്റെ പാശത്തില് നിങ്ങൾ മുറുകെ പിടിക്കുക, അതിൽ നിന്ന് വ്യതിചലിച്ചു പോവാതിരിക്കുക. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ സംരക്ഷകൻ. അള്ളാഹുവാണ് നിങ്ങളുടെ സംരക്ഷകൻ. ആ കാര്യം മറക്കാതിരിക്കുക. വഅ്തസിമു ബില്ലാഹ് ഹുവ മൗലാക്കും ഫനിഅമൽ മൗലാ, എത്ര അനുഗ്രഹീതനായ രക്ഷകനാണ് അള്ളാഹു. വനിഅമൻ നസീർ, എത്ര അനുഗ്രഹീതനായ സഹായിയാണ് അള്ളാഹു. അപ്പൊ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും അനുഗ്രഹമുടയവനായ സഹായിയും ഏറ്റവും അനുഗ്രഹം ഉടയവനായ സംരക്ഷകനും അള്ളാഹുവാണ് എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ, അള്ളാഹുവെ നിങ്ങൾ മുറുകെ പിടിക്കുക. അവനാണ് നിങ്ങളുടെ സംരക്ഷകൻ. ആ അള്ളാഹുവിന്റെ സംരക്ഷണ പരിധിയിൽ നമ്മൾ വരുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനകളാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള അഖീമുസ്സലാത്ത വാതു സക്കാത്ത എന്നൊക്കെ പറഞ്ഞതിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ഖൈറ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ അള്ളാഹു നമ്മളുടെ മൗലയായിട്ട്, നമ്മളുടെ സംരക്ഷകനായിട്ട് നിലകൊള്ളേണ്ടതുണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ട നിബന്ധനകളാണ്. അതൊക്കെ പാലിക്കുമ്പോഴാണ് നമ്മളുടെ മൗലയായിട്ട് അള്ളാഹു നമുക്കായിട്ട് പ്രവർത്തിക്കുന്നതും നമുക്ക്
ഏറിയ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ട് നമ്മളുടെ സംരക്ഷകനാകുന്നതും നമ്മുടെ സഹായിയായി മാറുന്നതും. സൂറത്തുൽ ഹജ്ജിന്റെ പര്യവസാനം ഇങ്ങനെയാണ്: സത്യവിശ്വാസികൾക്ക് കൃത്യമായ ഒരു ദിശാബോധം പകർന്നു നൽകിക്കൊണ്ട്, മാർഗദർശനം വളരെ കൃത്യതയുള്ളതായി പകർന്നു നൽകിക്കൊണ്ടാണ് ഈ സൂറത്ത് പര്യവസാനിക്കുന്നത്. ഈ സൂറത്തിന്റെ അവസാന ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒക്കെയുള്ള പല വിശദാംശങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ടാകും. ഒരുപക്ഷെ പല സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ തങ്ങി നിൽക്കുന്നുണ്ടാകാം മനസ്സിൽ. അത്തരം സംഗതികളൊക്കെ വ്യക്തതയോടുകൂടി നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായി നമ്മൾ 1-2 ദിവസങ്ങൾ ഈ സൂറത്തിന്റെ ചർച്ചക്കായിട്ട് നീക്കി വെക്കുക. അപ്പൊ നാളെയും മറ്റന്നാളും ഒക്കെ ആവശ്യമായി വരികയാണെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലും ഈ സൂറത്തിനെ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കാം. അതിനുവേണ്ടി അത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.